ഹേ ഗായ്സ്, നമുക്കിന്നൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ദീപാവലി ഫംഗ്ഷൻ ആയിരുന്നു. ഇതിപ്പോൾ എടുത്ത വീഡിയോ അല്ല കേട്ടോ, അത് മെയിനായിട്ട് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല ഇത്. ഏകദേശം കഴിഞ്ഞ ദീപാവലി ആ ഒരു ടൈമിനെടുത്താണ്, അന്നെടുത്ത വീഡിയോ ആണ്. കഴിഞ്ഞ ദീപാവലിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് അന്ന് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതിപ്പോൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീട്ടിലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ എല്ലാം കുറച്ച് മിനിമലായിട്ടേ ചെയ്യുന്നുള്ളൂ. കണ്ണെടുത്ത് വരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കയ്യിൽ കിട്ടിയ ഐബ്രോ പെൻസിൽ വെച്ചാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ മറന്നു പോയതാണ്. ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു ധാവണിയാണ് കേട്ടോ ഇടുന്നത്. അപ്പം അതിൻ്റെ പിങ്ക് കളറാണ്, അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സുമായിട്ടൊന്ന് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് ഐ ഷാഡോ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പം ഞാനത് കൈകൊണ്ട് ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബ്രഷൊക്കെ എടുത്ത് എനിക്ക് മെനക്കെടാൻ ഒട്ടും വലിയ താല്പര്യമില്ല, ഭയങ്കര മടിയാണ്, അതാണ് മെയിൻ. അപ്പം ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്ലിറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നൈറ്റാണ്, ദീപാവലിക്ക് നൈറ്റാണല്ലോ. അപ്പം നൈറ്റായിരുന്നു പ്രോഗ്രാം. അപ്പം കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള നമ്മൾ കുറച്ചുകൂടിയൊക്കെ തിളങ്ങുന്നൊരു ടൈപ്പില്ലേ, അതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ണെഴുതി കൊടുക്കുകയാണ്. ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ രണ്ട് കണ്ണിൻ്റെ മുകളിലായിട്ട് ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു മിനിമലായിട്ടുള്ള ലുക്കാണ്. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം ദീപാവലി ചെറുതായിട്ടൊന്ന് ആഘോഷിക്കും എല്ലാ വർഷവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വർഷം കുറച്ച് കൂടി ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് റെഡി ആവാനായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞു. കണ്ണെഴുതിയതിന് ശേഷം നമ്മളടുത്ത് ഹിമാലയയുടെ കാജലെടുത്തിട്ടുണ്ട്. അത് കണ്ണിന് താഴെ വാട്ടർ ലൈനിൽ ഒന്ന് വരച്ചു കൊടുക്കണം. നല്ല തിക്നെസ്സിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പം ചെറിയ ഫംഗ്ഷനില്ലേ, അപ്പം ഇത് സ്മജ്ജായോ ഒരുപാട് നേരം പടരുമെന്നൊന്നും പേടിക്കേണ്ട. കാരണം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മളൊരിടത്തും പോകുന്നില്ല, കുറച്ച് നേരത്തെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ണിലൊന്ന് നന്നായിട്ട് കാജൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ബ്ലഷ് ഇടാം. എൻ്റെ ബ്ലഷ് ഇല്ല, അതുകൊണ്ട് ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് രണ്ട് ചീക്കിലും നോസിലും ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്ലഷും ആയിട്ടുണ്ട്. ഫേസ് ഒന്ന് തിളങ്ങി നിൽക്കാനായിട്ട് നമ്മൾ കുറച്ച് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ചീക്കിലും നോസിലും ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫേസ് ഒന്ന് നല്ല രസമായിരിക്കും കാണാനായിട്ട്. നൈറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ, അപ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്, റെഡ് കളറാണ് വരുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഏറെക്കുറെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മസ്കാരയും കൂടെ ഇട്ട് നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഹാഫ് സാരിയാണ്, ധാവണി ഹാഫ് സാരി എന്നൊക്കെയാണ് പറയണത്. അപ്പം സ്കേർട്ട് വന്നിട്ട് ബ്ലൂവും ബ്ലൗസും അതിൻ്റെ ദുപ്പട്ടയും വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. അപ്പം ബ്ലൗസ് മാറ്റി വേറൊരെണ്ണമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേറൊരു ബ്ലൗസിൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത്. അതിനുശേഷം ഹെയർ ചെയ്യാം. നമുക്ക് ഹെയറൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലോട്ടും ചീകി ഒതുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ വിടുന്നുണ്ട് ഫ്രണ്ടിലോട്ട്. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ എടുത്ത് ബാക്കിലോട്ട് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെടഞ്ഞിടുകയാണ് കേട്ടോ. ഹെയർ നന്നായിട്ട് ഒന്ന് ഹെയർ മെടഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി ഒന്ന് വോളിയം തോന്നിക്കുന്ന രീതിയിലൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവർ വയ്ക്കാൻ പോവുകയാണ്. തമിഴ്നാട്ടിലേക്ക് കൂടുതലും ഈ ഫങ്ഷൻസിനൊക്കെ അവർ ഫ്ലവർ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഓറഞ്ച്, കനകാമ്പര അങ്ങനത്തെ പൂക്കളെല്ലാം വയ്ക്കുക. അപ്പോൾ എനിക്കതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അരളിപ്പൂ യൂസ് ചെയ്യുകയാണ്. അപ്പം ആദ്യം ഈ ഹെയർ മെടഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ കഴുത്തിൻ്റെ ബാക്കിൽ കൂടി എടുത്ത് മുകളിലോട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു മാല പോലെ ആക്കി ഇതിൻ്റെ പുറത്ത് കൂടിയും കൂടി വെച്ച് കൊടുക്കുകയാണ് ഫ്ലവർ. എന്നിട്ട് കുറച്ച് ഫ്ലവർ എടുത്ത് നമ്മൾ മെടഞ്ഞിട്ട് കൊടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ തുമ്പിലും കൂടെ ഒന്ന് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഹെയറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ കുഞ്ഞു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലൂ സ്കേർട്ട് ആയതുകൊണ്ട് ബ്ലൂ കളർ തന്നെയാണ് നെക്ക് പീസ് പെയർ ചെയ്യുന്നത്. ഒരു സിമ്പിളാണ്. അതിനുശേഷം ജിമിക്കിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് കമ്മലും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ സെയിം ബ്ലൂ കളറിലെ
തൊപ്പിയോളയും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിട്ടുപോയി വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഏതൊരു കുഞ്ഞു ഫംഗ്ഷന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വീട്ടിലുള്ള ഏതൊരു ഓണം, വിഷു എന്തിനു വേണമെങ്കിലും ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഇത് സാരിയിലൂടെയും പട്ടുപാവാട അങ്ങനെ എന്ത് ട്രഡീഷണൽ വെയറിലൂടെയും നമുക്കിത് പെയർ ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.